നമസ്കാരം. ഇന്ന് കർക്കിടകം 7 ശ്രീരാമദേവൻ്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരൻ്റെയും വനയാത്രയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. മാതാപിതാക്കന്മാരുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാവരുടെയും അനുവാദം മേടിച്ചുകൊണ്ട് ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും കൂടെ വനയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അയോധ്യ വിട്ടിറങ്ങുന്ന സമയത്ത് ദശരഥ മഹാരാജാവ് സുമന്ത്രരോട് പറയുന്നുണ്ട്, മൂവരെയും അനുഗമിക്കുക, അവരൊരു സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടാക്കിയ ശേഷം തിരിച്ചു വരിക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുമന്ത്രര് തേരെടുക്കുന്നു. സീതാദേവി തേരിലേറുകയും ശ്രീരാമദേവനും ലക്ഷ്മണകുമാരനും സുമന്ത്രരും തേരിനോടൊപ്പം തന്നെ നടന്നു നീങ്ങുകയും ചെയ്യുകയാണ്. അങ്ങനെ അവർ അയോധ്യ കൊട്ടാരത്തിൻ്റെ കവാടത്തിനരികെത്തി. കവാടത്തിലെത്തിയപ്പോഴത്തേക്കും പുരദേശവാസികളെല്ലാവരും അവരുടെ വരവും കാത്തവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അയോധ്യവാസികളെല്ലാം അവരുടെ ഒപ്പം കൂടി എല്ലാവരും കൂടെ ഒരുമിച്ച് വനയാത്ര ആരംഭിക്കുകയാണ്. അങ്ങനെ വനയാത്ര ആരംഭിച്ച് അവർ തമസാ നദി കടന്ന് ഒരു വനപ്രദേശത്തെത്തുകയും ഒരു വലിയൊരു വൃക്ഷത്തിന് ചുവട്ടിൽ അവരെല്ലാവരും വിശ്രമിക്കുകയും ചെയ്തു. സീതാദേവിക്ക് ക്ഷീണം അകറ്റുവാനായിട്ട് ആ വൃക്ഷച്ചുവട്ടിൽ തന്നെ അവരൊരു സ്ഥലമൊരുക്കുകയും ലക്ഷ്മണദേവനും ശ്രീരാമദേവനും സീതാദേവിക്ക് രക്ഷകരായിട്ട് അവിടെ ഇരിപ്പുറപ്പിക്കുകയും ചെയ്തു. കുറേ ദൂരം നടന്നിട്ടാണ് അവരൊരു വനപ്രദേശത്തെത്തിയത്. അപ്പോൾ അതിൽ ക്ഷീണമുണ്ട്. സീതാദേവി വിശ്രമിക്കുകയാണ്. ഇപ്പോൾ പുരവാസികളെല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അവർക്കും ക്ഷീണമുണ്ട്. കാരണം അവരും കാൽനടയായിട്ട് തന്നെ ശ്രീരാമദേവൻ്റെ പുറകെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരും വനപ്രദേശത്ത് തന്നെ നിലയുറപ്പിച്ചു. എല്ലാവർക്കും ക്ഷീണാധിക്യം മൂലം എല്ലാവരും കിടന്നുറങ്ങി. അപ്പോൾ ആ സമയത്ത് ശ്രീരാമദേവൻ സുമന്ത്രരെ വിളിച്ചിട്ട് പറയുകയാണ്, പുരവാസികളെല്ലാവരും ഉണരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോകണം, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടെ വനയാത്രയ്ക്കായിട്ട് നമ്മുടെ കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഉണർത്താതെ നമുക്ക് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് പറയുകയാണ്. അങ്ങനെ സുമന്ത്രര് തേരെടുക്കുന്നു. അങ്ങനെ മൂവരും ആ വനപ്രദേശത്ത് നിന്ന് തേരിലേറി വേറൊരു ഭാഗത്തേക്ക് പോവുകയായിരുന്നു. അങ്ങനെ വളരെയധികം ദൂരം സഞ്ചരിച്ച ശേഷം അവർ ശൃംഗിവേരപുരത്ത് എത്തിച്ചേരുകയാണ്. ശൃംഗിവേരപുരം നിഷാദ രാജാവായ ഗുഹൻ്റെ വാസസ്ഥാനമാണ്. അവിടെ എത്തിയ ശേഷം ശ്രീരാമദേവൻ സുമന്ത്രരോട് തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പുറപ്പെട്ടുകൊള്ളാൻ പറയുന്നു. അങ്ങനെ ശൃംഗിവേരപുരത്തെത്തിയ ശ്രീരാമദേവനെയും സീതാദേവിയെയും ലക്ഷ്മണനെയും പക്കുഫലങ്ങളെല്ലാം കൊടുത്ത് ഗുഹൻ സ്വീകരിക്കുന്നു. ആ സമയത്ത് ഗുഹൻ ലക്ഷ്മണകുമാരനോട് സംഭവ വികാസങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ലക്ഷ്മണകുമാരൻ പറയുകയാണ്, പിതാവ് കൈകേയി മാതാവിനെ 2 വരം കൊടുത്തിരുന്നു. അതിലൊന്ന് ഭരതകുമാരനെ യുവരാജാവാക്കാമെന്നും രണ്ടാമത്തത് ശ്രീരാമദേവനെ 14 വർഷം വനവാസം നയിക്കാമെന്നുമാണ്. അപ്പോൾ ആ വരത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ മൂവരും ഈ വനപ്രദേശത്ത് എത്തിച്ചേർന്നതെന്ന് ഗുഹനോട് ലക്ഷ്മണകുമാരൻ പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഗുഹൻ മൂവരെയും ഗംഗാനദീ തീരം കടത്തി മറ്റൊരു വാസസ്ഥാനത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ഗംഗാനദി കണ്ട സീതാദേവി ഗംഗാമാതാവിനെ തൊഴുത് പൂജിക്കുന്ന ഒരു രംഗമൊക്കെ രാമായണത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഗുഹൻ ഒരു തോണി കൊണ്ടുവരികയും ശ്രീരാമദേവനെയും സീതാദേവിയെയും ലക്ഷ്മണകുമാരനെയും ആ തോണിയിലേറ്റിയിട്ട് ഗംഗാനദിയുടെ മറുതീരം കടത്തിവിടുകയാണ് ചെയ്യുന്നത്. മറുകര എത്തിയപ്പോൾ ശ്രീരാമദേവൻ ഗുഹനോട് പറയുന്നുണ്ട്, 14 വർഷത്തെ വനവാസത്തിന് ശേഷം നാം ഇവിടെ തിരിച്ചു വരുന്നതായിരിക്കും. ഗുഹനെയും കണ്ട ശേഷമായിരിക്കും അയോധ്യയിലേക്ക് പ്രയാണം തുടങ്ങുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗുഹനെ സമാധാനിപ്പിച്ച് പറഞ്ഞുവിട്ട ശേഷം ശ്രീരാമദേവനും സീതാദേവിയും ലക്ഷ്മണകുമാരനും വനയാത്രയുടെ അടുത്ത ഘട്ടം ആരംഭിച്ചു. അങ്ങനെ കുറേ ദൂരം നടന്ന ശേഷം അവർ അടുത്തൊരു ആശ്രമത്തിൽ